നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ചൊവ്വ മഹാശിവക്ഷേത്രത്തിൽ പൂമൂടൽ ചടങ്ങ് നടന്നു. ദേവിയുടെ ജന്മനാളായ തൃക്കാർത്തിക ദിനത്തിൽ നടന്ന പൂമൂടൽ ചടങ്ങിന് തെക്കിനിയടുത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് നേതൃത്വം നൽകി. നിരവധി ഭക്തർ പങ്കെടുത്തു. കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിൽ ആഘോഷിക്കുന്ന പ്രധാന ചടങ്ങാണ് തൃക്കാർത്തിക. ഈ ദിനത്തിൽ ലക്ഷ്മി പ്രീതിക്കായി വീടും പരിസരവും വൃത്തിയാക്കി ദീപങ്ങളാൽ അലങ്കരിക്കുന്നതിലൂടെ രോഗദുരിതാദികൾ മാറി സർവ്വ ഐശ്വര്യങ്ങളും വരും എന്നാണ് വിശ്വാസം. മഹിഷാസുര നിഗ്രഹം കഴിഞ്ഞു വരുന്ന ദേവിയെ സ്തുതിക്കുന്നതാണ് തൃക്കാർത്തികയായി ആഘോഷിക്കുന്നതെന്ന് ദേവീ പുരാണത്തിൽ പറയുന്നു. താമര, തുളസി, ചെത്തി, മന്ദാരം തുടങ്ങിയ പുഷ്പങ്ങളാൽ അലങ്കൃതയായ ത്രിപുരസുന്ദരി ഭാവത്തിലുള്ള ദേവിയെ ദർശിക്കുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം തൃക്കാർത്തിക വിജ്ഞാനത്തിന്റെയും ആഗ്രഹ സഫലീകരണത്തിന്റെയും പ്രതീകം കൂടിയാണ്. കേരളത്തിൽ ഈ ആഘോഷം വളരെ വിപുലമായി കൊണ്ടാടുന്നു. അതിൽ പ്രധാനമാണ് കോട്ടയം കുമരനെല്ലൂർ ഭഗവതി ക്ഷേത്രം, കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം, ചക്കുളത്തുകാവ് തുടങ്ങിയ ക്ഷേത്രങ്ങൾ. അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ഈ ചൊവ്വ മഹാശിവക്ഷേത്രത്തിനകത്ത് ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ദേവിക്ക് പൂമൂടൽ ചടങ്ങ് നടക്കുന്നത്. ദേവസ്വം ആയി ബന്ധപ്പെട്ട് നമ്മുടെ കമ്മിറ്റി പൂമൂടൽ ചടങ്ങിന് വേണ്ടിയുള്ള അനുവാദം വാങ്ങുകയും നമ്മുടെ ഇന്ന് ഈ ക്ഷേത്രത്തിൽ നല്ല പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള ഭക്തജനങ്ങളുടെ വലിയ പങ്കാളിത്തത്തോടുള്ള പൂമൂടൽ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഈ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം നടക്കുന്നത് നമ്മുടെ ക്ഷേത്ര തന്ത്രിശരണം ബ്രഹ്മശ്രീ തെക്കിനിയടുത്ത് തരണനെല്ലൂർ ശ്രീ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ പൂമൂടൽ ചടങ്ങ് ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം നമ്മുടെ ക്ഷേത്ര മേൽശാന്തിയായിട്ടുള്ള ദിനേശൻ നമ്പൂതിരിയുടെയും മറ്റുള്ള എല്ലാ പൂജാവിധികളോടും കൂടി നടക്കുന്ന ഈ പൂമൂടൽ ചടങ്ങിന് അതിൻ്റെ സർവ്വ ഐശ്വര്യവും നമുക്ക് പ്രദാനം ചെയ്യും. ദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ പൂമൂടൽ ചടങ്ങിൻ്റെ ഭാഗമായി ഭക്തജനങ്ങൾക്ക് ലഭ്യമാവും എന്ന ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഈ ചടങ്ങ് എല്ലാവരും ദൃക്സാക്ഷിയാവുന്നതിന് വേണ്ടിയും സംബന്ധിക്കുന്നതിന് വേണ്ടിയും ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മുഴുവൻ ഭക്തജനങ്ങളെയും കമ്മിറ്റിക്ക് വേണ്ടി എല്ലാവിധത്തിലും അവരോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യാം.